വെൽക്കം ബാക്ക് ടു ലവൽസ് കിച്ചൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്കയാണ് കേട്ടോ. കടച്ചക്ക ഉപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ നമ്മളിപ്പോൾ കടച്ചക്കയുടെ സീസണായി തുടങ്ങണേ ഉള്ളൂ. കടകളിലൊക്കെ കടച്ചക്ക വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കടച്ചക്ക വാങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. തൊലി കളയാനും അരിയാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തന്നില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ നമ്മളുടെ ഉരുളിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അടികട്ടിയുള്ളൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ബെസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കിതിലോട്ട് ഒരു ലേശം, അതായത് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അധികം ആവരുത്, അധികം ആയി കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് നമുക്ക് എത്ര കടച്ചൊക്കെ ഉണ്ടോ അതിനനുസരിച്ച്, ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കടുകാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടുക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ സവാളയല്ല ഉള്ളിയാണ്, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി. സവാള വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഉള്ളിക്ക് പകരം സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. മൊരിഞ്ഞ് കിട്ടിയതിന് ശേഷം, അതായത് നന്നായിട്ട് വാടി കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഇതിലോട്ട് പൗഡേഴ്സൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് നമ്മൾ കുത്തിപ്പൊടിച്ച മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് എരിവിട്ടിട്ടുണ്ട്. നിങ്ങളത്ര എരിവിടണ്ട, ഞങ്ങൾ എരിവിൻ്റെ ആൾക്കാരായതുകൊണ്ടാണ് നന്നായിട്ട് എരിവിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് നിങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ കടച്ചക്ക എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആഡ് ചെയ്യുന്നില്ല. കടച്ചക്ക നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അരിഞ്ഞിട്ട് ആ പാത്രത്തിൽ നിന്ന് കഴുകിയിട്ട് നേരെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ്. എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഉരുളക്കിഴങ്ങ്, അതുപോലെ ഇങ്ങനത്തെ തോരനൊക്കെ വെക്കുമ്പോഴേ, പച്ചപ്പയർ, കടച്ചക്ക അതൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെള്ളം മാക്സിമം ആഡ് ചെയ്യാതിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടച്ചക്കുപ്പേരി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചും കൂടി ഞാൻ ചോറിനാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.